ഏതെങ്കിലും രാജ്യത്ത് ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് അമേരിക്ക. വെനിസ്വേലയ്ക്ക് ശേഷം അമേരിക്ക പിടിച്ചടക്കാൻ പോകുന്ന രാജ്യം ഗ്രീൻലാൻഡ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിനുശേഷം കൊളംബിയയും മെക്സിക്കോയും പിന്നെ ക്യൂബയും എല്ലാം അമേരിക്കയുടെ റഡാറിലുണ്ട്. അതൊക്കെ അവിടെ നിന്നുകൊള്ളട്ടെ. പക്ഷെ ഇപ്പോൾ പ്രശ്നം ഉദിച്ചിരിക്കുന്നത് ഇറാനിലാണ്. ഇറാനിൽ ഓൾറെഡി 21 പ്രവിശ്യകളിലേക്ക് അടക്കം വലിയ പ്രതിഷേധം വ്യാപിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഈ പ്രതിഷേധം? അത് അവിടെയുള്ള ആയത്തുള്ള ഖമേനിക്കെതിരെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇറാനിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രതിഷേധം നാൾക്ക് നാൾ വലിയ ശക്തി പ്രാപിച്ചു വരികയാണ്. ഇപ്പോഴിതാ ഇറാനിൽ പ്രതിഷേധക്കാർക്ക് നേരെ IRGC വെടിയുതിർത്തു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 4 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ടെഹ്റാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് US പേർഷ്യൻ രാജ്യത്തെ വീണ്ടും ആക്രമിക്കുമോ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ഇറാനിൽ ഒരു ആഴ്ചയിലേറെയായി ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. അതിനെ അടിച്ചമർത്താനുള്ള നടപടികൾ ഇപ്പോൾ അവിടുത്തെ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 3 ശനിയാഴ്ച പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 4 പേരാണ് കൊല്ലപ്പെട്ടത്. 2 മനുഷ്യാവകാശ സംഘടനകൾ AFP വാർത്താ ഏജൻസി ഇക്കാര്യം അറിയിച്ചു. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനും രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യത്തകർച്ചയ്ക്കുമെതിരെ ഇറാനിലുടനീളം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ശനിയാഴ്ച 7ാം ദിവസവും ഇത് തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും കുർദിഷ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട 4 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നു. പടിഞ്ഞാറൻ ഇലാം പ്രവിശ്യയിലെ മലേക്ഷാഹി ജില്ലയിൽ പ്രതിഷേധക്കാർക്ക് നേരെ റവല്യൂഷണറി ഗാർഡ് നേരിട്ട് വെടിയുതിർത്തതായി നോർവേ ആസ്ഥാനമായുള്ള ഹെൻഗാവ് മനുഷ്യാവകാശ സംഘടനയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കുർദിഷ് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. 4 പേർ മരണപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴിതാ പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ ബലപ്രയോഗം നടത്തിയാൽ അമേരിക്ക നിശബ്ദത പാലിക്കില്ലെന്നും ഇടപെടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ രോഷം പ്രകടിപ്പിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് ഭീഷണി ഉണ്ടായാൽ നമ്മുടെ സായുധ സേന സജ്ജമാണെന്നും എവിടെ ആക്രമിക്കണമെന്ന് അറിയാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഇസ്രായേലിന്റെ ഒരു സുപ്രധാന പ്രസ്താവന വന്നിട്ടുണ്ട്. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള യെയർ ലാപ്പിഡ് പുറത്തിറക്കിയ പ്രസ്താവന അഭ്യൂഹങ്ങൾക്ക് നിലവിൽ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.